നമ്മളിപ്പോ നിൽക്കുന്നത് വടക്കുന്നാഥന്റെ മുമ്പിലാണ്. നമ്മൾ തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് പോകാൻ പറ്റിയ 3-4 സ്ഥലങ്ങൾ, അതായത് മഴക്കാലത്ത് പോകാൻ പറ്റിയ 3-4 സ്ഥലങ്ങളിലേക്കാണ് പോണത്. നമ്മള് മൺസൂണായിട്ട് തൃശ്ശൂർ പറഞ്ഞിട്ട് നമ്മൾ 3-4 വീഡിയോസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്യാൻ പോവാണ്. വടക്കുന്നാഥന്റെ മുമ്പിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ റൗണ്ടിലാണ് നിൽക്കുന്നത്, ബാക്കിലാണ് വടക്കുന്നാഥൻ. അത് നമ്മൾ പതുക്കെ വണ്ടിയും വേണം ബൈക്കും വേണം. കൂടെ നമ്മൾ ബസ്സിന് കേസ് ബസ്സിന് അങ്ങനെ പോകണമെന്നുള്ള ഡീറ്റെയിൽസ് കൂടി ഞങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇറങ്ങാണ്. ബാക്കി അവിടെ എത്തിരി കാണാം. പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂരിലെ ചെറിയ 3-4 സ്ഥലങ്ങൾ തേടിയിട്ടുള്ള യാത്രയിലാണ് ഇന്ന് ഞങ്ങൾ. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലാണ്. ഇവിടെ വന്നാൽ പിന്നെ വടക്കുന്നാഥനിലേക്ക് കയറാതെ ഒരു യാത്രയില്ലല്ലോ. അതുകൊണ്ട് തന്നെ വണ്ടി ഞങ്ങൾ പതിയെ തേക്കിൻകാട് മൈതാനത്ത് പാർക്ക് ചെയ്ത് വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് നടന്നു. ഏകദേശം 3 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഒരു റൗണ്ടാണ് തൃശ്ശൂർ സ്വരാജ് റൗണ്ട്. ഇതിൻ്റെ പ്രത്യേകതകളെ പറ്റിയും വടക്കുന്നാഥനെ പറ്റിയുമെല്ലാം പിന്നീട് ഒരു ദിവസമാവാം വീഡിയോ എന്ന് കരുതി. അതുകൊണ്ട് തന്നെ വണ്ടി പതുക്കെ മൈതാനത്ത് വെച്ച് ഞങ്ങൾ വടക്കുന്നാഥൻ്റെ ഫ്രണ്ടിലേക്ക് ഇൻട്രോ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് കടന്നു. ഇവിടെ എത്തിയപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മയിൽ വന്നത്. ഈ വരുന്ന ജൂലൈ 16-ാം തീയതി, അതായത് കർക്കിടകം 1-ാം തീയതിയാണ് വിശ്വപ്രസിദ്ധമായ ഇവിടുത്തെ ആനയൂട്ട് നടക്കുന്നത്. ഏകദേശം 72 പരമാനകളാണ് ഇപ്രാവശ്യത്തെ ആനയൂട്ടിന് പങ്കെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ പങ്കെടുക്കുമെന്ന് വിചാരിക്കുന്നു. ഞായറാഴ്ച ആയതിനാൽ തന്നെ വടക്കുന്നാഥനിലും പരിസരത്തും രാവിലെ തന്നെ നല്ല തിരക്കായിരുന്നു. പിന്നീട് ഞങ്ങൾ അവിടുന്ന് വണ്ടിയുമായി വടക്കാഞ്ചേരി റൂട്ടിലേക്ക് കടന്നു. കോലടിയിൽ നിന്ന് തിരിയാനാണ് ഗൂഗിൾ മാപ്പ് പറഞ്ഞത്. ശരിക്കും അത്താണിയിൽ നിന്നും തിരൂരിൽ നിന്നും തിരിഞ്ഞ് നമുക്ക് പൂമല, പത്താഴക്കുണ്ട്, ചെപ്പാറ, വട്ടായി എന്നീ വെള്ളച്ചാട്ടങ്ങളിലേക്കും ഡാമുകളിലേക്കും പോകാം. ഗൂഗിൾ മാപ്പിൽ എളുപ്പവഴി കാണിച്ചതിനാൽ ഞങ്ങൾ കോലടിയിൽ റൈറ്റ് സൈഡിലുള്ള ഭാരതിൻ്റെ പെട്രോൾ പമ്പ് കഴിഞ്ഞ് വലത്തോട്ടേക്ക് തിരിഞ്ഞു. ചെറിയ ഗ്രാമപ്രദേശത്തിലൂടെയുള്ള വഴിയായിരുന്നു. ഞങ്ങൾ പതിയെ അതിലൂടെ വണ്ടി ഓടിച്ചു. ചുറ്റും നല്ല സീനറിയും പാടങ്ങളും മയിലുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ആ പണി മനസ്സിലായത്. ഞങ്ങൾ ഇതുപോലൊരു വഴിയിൽ ചെന്നുപെട്ടു. കുറച്ച് ദൂരമേ ഇങ്ങനൊരു വഴി ഉണ്ടാവൂ എന്ന് വിചാരിച്ച് വണ്ടി പതിയെ മുന്നോട്ടെടുത്തു. പക്ഷേ പണി കിട്ടിയെന്ന് തന്നെ പറയട്ടെ. ചുറ്റും പുല്ല് കൂടി കിടക്കുന്ന ഈ വഴിയിൽ കാൽനടക്കാർക്ക് നടക്കാൻ പാകത്തിന് ചെറിയ ഒരു ഗ്യാപ്പുണ്ട്. അതിലൂടെ ഞാൻ കുറച്ച് മുന്നോട്ട് നടന്നു നോക്കി. പക്ഷെ ശരിക്കും പെട്ടുപോയി എന്ന് തന്നെ പറയാലോ. ഇങ്ങനൊരു ചതി ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. വണ്ടി ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ടും ഹിമാലയൻ ആയതുകൊണ്ടും കഷ്ടിച്ച് എങ്ങനെയൊക്കെ ഞങ്ങൾ തിരിച്ചു പോയി. വളരെ കുറച്ച് ദൂരം മാത്രമേ ഇങ്ങനെ ഉണ്ടാവൂ എന്ന് മാപ്പിൽ കാണിച്ചതുകൊണ്ട് ഞങ്ങൾ പതിയെ മുന്നോട്ട് എടുത്തതാണ്. പകുതി എത്തിയപ്പോൾ പിന്നെയും വഴി മോശമായതിനാൽ ഞങ്ങൾ തിരിച്ച് വണ്ടിയെടുത്തു. പക്ഷേ ഇത്ര ചെറിയ വഴിയിലൂടെ സഞ്ചരിച്ച് നമ്മൾ എത്തിപ്പെടുന്നൊരു വീടുണ്ട് ഈ കാടിനകത്ത്. അവിടെ ആൾതാമസവുമുണ്ട്. അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ഈ വീട്ടിലേക്ക് മാത്രമായിട്ടുള്ള വഴിയാണോ അത് ഇതിലൂടെ മെയിൻ റോഡിലേക്ക് കിടക്കാൻ പറ്റുമോ എന്നുള്ള ആശങ്കയിലായി ഞങ്ങൾ. നേരെ കാണുന്ന വഴിയിലൂടെ ഞങ്ങൾ പോയിട്ട് എത്തിയതൊരു കാട് പോലെ സ്ഥലത്താ. ഗൂഗിൾ മാപ്പിൽ ചേച്ചി എത്തിച്ചാണ്. ആ വഴിയും തിരിച്ചു കയറി കുറച്ച് പണി പെട്ടിട്ടാണ് ആ വഴിയും തിരിച്ചു കയറിയത്. വണ്ടിയുടെ കോല കണ്ടാകെ വണ്ടിയൊക്കെ ആകെ നശിച്ചിരിക്കുക. ഇനി പോയിട്ടൊന്ന് വാട്ടർ വാഷ് കൊടുക്കേണ്ട അവസ്ഥയായി. അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ കഷ്ടിച്ച് മെയിൻ റോഡിലേക്ക് എത്തി. 2-3 ചേട്ടന്മാരോട് ചോദിച്ചു. പിന്നെയും മാപ്പിൽ വഴിയിട്ടു ഈ മെയിൻ റോഡിലേക്ക് എത്തി. ഇവിടെ നിന്ന് ഏകദേശം 5 കിലോമീറ്ററാണ് ചെപ്പാറയിലേക്ക് കാണിച്ചത്. ഞങ്ങൾ പതിയെ ചെപ്പാറ ലക്ഷ്യമാക്കി വണ്ടി ഓടിച്ചു. പക്ഷേ ഞങ്ങളുടെ ഭാഗ്യക്കേട് കൊണ്ടാണോ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, ചെപ്പാറ ലക്ഷ്യമാക്കി പോയാൽ ഞങ്ങൾ എത്തിപ്പെട്ടത് പത്താഴക്കുണ്ടിലേക്കാണ്. പത്താഴക്കുണ്ട് ഡാമിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ഇടതുഭാഗത്തായി കാണുന്നതാണ് ഡാമിൻ്റെ വാട്ടർ റിസർവ്.
നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന 4 സ്ഥലങ്ങളും ഏകദേശം ഒരു 4 കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഞായറാഴ്ചയോ ഒഴിവ് ദിവസങ്ങളിലോ ഫാമിലിയായോ ഫ്രണ്ട്സായോ വന്ന് കണ്ടുപോകാൻ പറ്റിയ 4 സ്ഥലങ്ങളാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം എത്തിയിരിക്കുന്നത് പത്താഴക്കുണ്ട് ഡാമിലേക്കാണ്. പത്താഴക്കുണ്ട് ഡാം എന്ന് പറയുമ്പോൾ വലിയൊരു ഡാമൊന്നുമല്ല, ചെറിയൊരു കെട്ടാണ്. തൃശ്ശൂരിൽ നിന്നും ഏകദേശം 16 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടേക്കുള്ളത്. തൃശ്ശൂർ വടക്കാഞ്ചേരി റൂട്ടിൽ സഞ്ചരിച്ച് അത്താണിയിൽ നിന്ന് തിരിഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. പത്താഴക്കുണ്ട് ഡാമിലെത്തിണ്ട് ഇപ്പോ. അതായത് ചെപ്പാറ എന്ന് പറഞ്ഞ വെള്ളമാണ്. അതിന്റെ ഇടയിൽ മാപ്പ് വഴി തെറ്റിച്ചു. പിന്നെ അതെ ഇപ്പൊ പത്താഴക്കുണ്ട് എത്തി. ബാക്കിൽ കാണാൻ ഡാം വലിയ ഡാമൊന്നുമല്ല, ചെറിയൊരു വാട്ടർ റിസർവോയർ എന്ന് പറയാം. ആദ്യം ചെപ്പാറയ്ക്ക് പോകാനാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ വഴി തെറ്റിയെത്തിയത് പത്താഴക്കുണ്ടാണ്. പത്താഴക്കുണ്ട് എത്തിയപ്പോ ചെറിയൊരു ഡാമാണ്, വലിയ ഡാമൊന്നല്ല. വിചാരിച്ചാൽ വെള്ളമൊന്നുമില്ല. പിന്നെ പൂമല ഡാം, ചെപ്പാറ, പത്താഴക്കുണ്ട്, അങ്ങനെ 3-4 സ്ഥലങ്ങൾ ഉദ്ദേശിച്ചിട്ട് വന്നത്. അപ്പൊ ആദ്യം എത്തിയത് വഴി തെറ്റിയിട്ടാണെങ്കിലും എത്തിയത് പത്താഴക്കുണ്ടിലേക്കാണ്. പിന്നെ ഗൂഗിൾ മാപ്പിൽ ചേച്ചി ചെറുതായിട്ട് വഴി തെറ്റിച്ചുകൊണ്ട് പാൻറ്റിലൊക്കെ കുറച്ച് ചെളിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കഴുകണം. ഇവിടെ ഡാമിലിറങ്ങി കുളിക്കണൊക്കെ ഉണ്ട് ആൾക്കാർ. വലിയ ആളില്ലാത്ത ഡാമാണെന്ന് തോന്നുന്നു. അപ്പൊ ആൾക്കാർ ഇറങ്ങി കുളിക്കും. നമ്മളെത്തിയപ്പോ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ, പിന്നെ ചേട്ടൻ കുളിക്കുന്നുണ്ട്, വേറെ ആരും ഇല്ല ഇവിടെ. അപ്പൊ ഡാമിലൊന്ന് ഇറങ്ങി കാലിന്ന് കഴുകണം ഫസ്റ്റ്. ഇനിയിപ്പോ ഇതിലേക്ക് താഴെ, അതായത് ഞങ്ങളുടെ ബാക്കിൽ ഇവിടെ നോക്കിയാ തൃശ്ശൂർ ടൗണിന്റെ ചെറിയ ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട്. ക്യാമറയിൽ എത്രത്തോളം പതിയുണ്ടെന്ന് അറിയില്ല. ഇപ്പൊ താഴേക്ക് ഒന്ന് ഇറങ്ങി അവിടുത്തെ കാഴ്ചകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പതുക്കെ അടുത്ത സ്ഥലത്തേക്ക് തീർക്കാം. നല്ല ആളുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പൊ തന്നെ ഇവിടെ ചേട്ടൻ കുളിക്കണ്ടായിരുന്നു. അവർക്ക് ചോദിച്ചപ്പോ ആൾ അത്യാവശ്യം എന്ന് പറഞ്ഞത് കാണാം. അവിടെ സൈഡിലായിട്ട് ഇങ്ങനെ അളവുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലായിട്ട്, അതായത് ഞങ്ങളുടെ ബാക്കിൽ കാണുന്ന ഏറ്റവും ടോപ്പിൽ 14 രേഖപ്പെടുത്തിയത്. നിൽക്കാമെന്ന് വിചാരിക്കാൻ നല്ല കണ്ടിടത്തോളം ഏറ്റവും മുകളിലത്തെ സ്റ്റെപ്പ് 14. ഇപ്പൊ വെള്ളം നിൽക്കുന്നത് 9.7 ഇഞ്ച് എന്നുള്ള ലെവലിലാണ് വെള്ളം നിൽക്കുന്നത്. അപ്പൊ അതായത് ഇതിന്റെ അടുത്ത് ഏകദേശം ഇതുപോലെ തന്നെ 10 മീറ്ററോളം ആഴം അടിയിലേക്കുണ്ടെന്നാണ് ആള് പറഞ്ഞത്. നല്ല ആഴുണ്ട്. ഈ ഡാമിന് ചെറിയൊരു ലീക്ക് ഉണ്ട് അങ്ങനെ പറഞ്ഞാള്. ചെറിയ ഡാമിന് ചെറിയ ലീക്ക് ഉള്ളതുകൊണ്ട് തന്നെ വേനൽക്കാലത്തായാലും വെള്ളം നന്നായി വറ്റും. ഇപ്പോഴായാലും പിന്നെ ഈ കൊല്ലത്തെ മഴയിൽ കാര്യമായിട്ട് വെള്ളം കയറിയിട്ടില്ല എന്ന് പറഞ്ഞത്. ഇന്നിപ്പോ ജൂലൈ 7-ാം തീയതി ആയിട്ടുണ്ട്. ഈ മഴയുടെ വെള്ളം കയറിയിട്ടില്ല. അത്യാവശ്യം നീന്താൻ ഇറങ്ങുന്നതൊക്കെ ഇറങ്ങാൻ നല്ലത്. ഇതിലൂടെ ഇറങ്ങുന്നതുകൊണ്ട് കുളിക്കണോണ്ടൊന്നും വേറെ പ്രശ്നമില്ല. ആൾക്കാരെ കൂടെ വന്ന് കുളിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. നീന്താൻ അറിയുന്നവർ ഇറങ്ങിയാല്, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടാകും. കുറെ ആൾക്കാര്, അങ്ങനെ അധികം ആൾക്കാരുള്ള സ്ഥലമാണ്. റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. ചുറ്റും താമസക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ അത്യാവശ്യം പൂമല ഡാമൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി വാട്ടർ കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞ ഡാമിന്. ബാക്കിലേക്ക് കുറച്ച് നീണ്ട് കിടക്കുന്നുണ്ട് ഈ ഭാഗങ്ങൾ. പിന്നെ വലിയ വലിയ ഡാമുകൾ കാണുന്ന പോലെ ചുറ്റും മലകളൊന്നുമല്ല, ചുറ്റും ഗ്രാമപ്രദേശങ്ങളാണ്. ആദ്യം ഒഴുകി വരുന്ന വെള്ളങ്ങളാണ് ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണം. ഇത് വേറെ ഇറിഗേഷൻ പ്രൊജക്ടിന് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആരോടെങ്കിലും ചോദിക്കേണ്ടി വരും. അപ്പൊ ഇതാണ് ഡാമിന്റെ കാഴ്ചകൾ എന്ന് പറയാനുള്ളത്. നമ്മുടെ ബാക്കിൽ കാണുന്നത് വൈകുന്നേരമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാം. പൂമല ഡാമൊക്കെ വരുന്നവർക്ക് പ്ലസ് ഇതും കൂടി ആഡ് ചെയ്യാന്ന് മാത്രം. വൈകുന്നേരമാണ് ശരിക്കും വരാൻ പറ്റുന്ന നല്ലൊരു സമയം. നമ്മൾ ഏകദേശം കാലത്ത് നേരത്തെ അറിയുന്നത്, പക്ഷെ വഴിക്ക് തെറ്റി നമ്മളെത്തിയപ്പോ കുറച്ച് ലേറ്റ് ആയി. പിന്നെ ഇതിപ്പോ മീനിന്റെ കേസ് ചോദിച്ചപ്പോ മീനുകളുണ്ട്. ഇതിപ്പോ പഞ്ചായത്തിന്റെ വക മീനുകൾ വളർത്താനായിട്ട് കിട്ടുന്നതാ പറഞ്ഞത്. ചൂണ്ടി ഇടുന്നോണ്ട് കുഴപ്പമില്ല. വലയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിന് അനുവാദമില്ല. ഒരു വളർത്തത്തോണ്ട് ചൂണ്ടിട്ട് മീൻ പിടിക്കാം. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഈ കരകളിലൊക്കെ കുറച്ച് ആൾക്കാർ വന്ന് മീൻ പിടിക്കുന്നതാണ് പറഞ്ഞത്.
താഴെക്കൊണ്ട് ഡാമിൽ നമ്മൾ തിരിച്ചിറങ്ങാണ്. നമുക്കിനി പൂമല ഡാമും ചെപ്പാറയും കൂടി കവർ ചെയ്യാണ്ട്. അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ കാണാം നമുക്ക്. അപ്പൊ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യുന്ന കാര്യവും മറക്കരുത്. ഇതിൻ്റെ ബാക്കി വീഡിയോയുമായി വീണ്ടും വരാം.